ഇന്ന് നമ്മുടെ സാംസ്കാരിക കേരളം ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി മണിക്കൂറുകൾ മാത്രമാണ് ഒരു വോട്ടെടുപ്പിനുള്ളത്. അഹന്ത കൊണ്ടും അഹങ്കാരം കൊണ്ടും കണ്ണു കാണാത്ത പിണറായി വിജയൻ വോട്ടെടുപ്പിന് മണിക്കൂറുകൾക്ക് മുമ്പ് അയൽ സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിയെ വിളിക്കുകയാണ് ഡാഷ് മോനെ എന്ന്. ഇതിന്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇത് കേട്ടിട്ടെ ഇങ്ങനെ വിളിച്ച പോരാ. മൂത്ത സഖാക്കന്മാരാണ് കൂട്ടം കൂടി നിന്ന് പിണറായി വിജയെ പ്രോത്സാഹിപ്പിക്കുന്നത്. പിണറായി വിജയനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. സഖാവെ എങ്ങനെയൊന്നും വിളിച്ചാ പോരാ, അതിന്റെ അങ്ങേ പുറത്ത് വിളിക്കണം പറയുന്നത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാപ്പ് പറയേണ്ടതാണ് രേവന്ത് റെഡ്ഡിയോടും മാപ്പ് പറയേണ്ടതാണ് പിണറായി വിജയൻ. പകരം ഇവിടെ നമ്മൾ കാണുന്നത് ഏറ്റവും വലിയ സാംസ്കാരിക നേതാക്കന്മാർ, ഇടതുപക്ഷ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന പിണറായി വിജയന്റെ ആസനം കഴുകുന്ന ഈ സാംസ്കാരിക നായകന്മാർ പിണറായി വിജയനോട് പറയുകയാണ്, സഖാവേ നന്നായി, ഇങ്ങനെ വേണം നമ്മുടെ മുഖ്യമന്ത്രി. ഡാഷ് മോനെ എന്ന് വിളിക്കണ്ട, നായിന്റെ മോനെ എന്ന് നായിന്റെ മോനെ എന്ന് തന്നെ വിളിക്കണം അവനെ. ആരെ? രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന തെലങ്കാന മുഖ്യമന്ത്രിയെ ഡാഷിന്റെ മോനെ എന്ന് വിളിച്ചതും പോരാ, നായിന്റെ മോനെ എന്ന് തന്നെ വിളിക്കുക എന്നാണ് ഇവിടെ ആര് പറയുന്നത് അറിയോ? അശോകൻ ചെരുവിലിനെ പോലെ അതേപോലുള്ള ഒരുപാട്, എനിക്ക് പേര് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാനൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നമ്മുടെയൊക്കെ സുഹൃത്ത് വലയത്തിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ പറയുകയാണ് കേട്ടോ, സഖാവെ ഇത് വിളിച്ചാ പോരാ എന്ന്. നിങ്ങൾ ഇതിന്റെ കഥ അറിയോ? അതായത് രേവന്ത് റെഡ്ഡി ശരിക്ക് വി ഡി സതീശനെ നേരത്തെ പിണറായി വിജയൻ ചൊറിഞ്ഞ പോലെ അപ്പോഴാണല്ലോ വി ഡി സതീശൻ പറഞ്ഞത് സംവാദത്തിനുണ്ടോ എന്ന് വി ഡി സതീശനോട് ചോദിച്ച കാര്യം നമുക്കറിയാം. അപ്പോൾ വി ഡി സതീശൻ പറഞ്ഞത് സംവാദത്തിനുണ്ട്, ദിവസവും സമയവും സ്ഥലവും നിശ്ചയിച്ചോളൂ, ഞാൻ വരാന്ന് പറഞ്ഞോടുകൂടി മുഖ്യമന്ത്രി ആകെ അമ്പരന്ന് പോയി. എന്നിട്ട് പറഞ്ഞു ആ സംവാദം ഫേസ്ബുക്കിൽ മതി. ഫേസ്ബുക്കിലെ സംവാദം എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് സംവദിക്കണ്ടല്ലോ. ഫേസ്ബുക്കിൽ സംവദിക്കാൻ പൈസക്ക് വേറെ കുറെ ആൾക്കാരെ നിയമിച്ചിട്ടുണ്ടല്ലോ, അവര് സംവദിച്ചോളില്ലോ. നേരെ വി ഡി സതീശനോട് മുട്ടാൻ, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പിണറായി വിജയൻ പേടിച്ചു, ഓടി എന്ന് പറഞ്ഞാൽ ഞാനില്ല, സംവാദത്തിനില്ല. ഇതേപോലെയാണ് രേവന്ത് റെഡ്ഡി അവിടെ തെലങ്കാനയിലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച്, കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ തെലങ്കാനയിൽ വികസന പ്രവർത്തനങ്ങൾ കേരളത്തെക്കാൾ മുന്നിലാണ് എന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ ചൊറിഞ്ഞു. പിണറായി വിജയൻ രേവന്ത് റെഡ്ഡിയെ മാന്തി. എന്നിട്ട് പറയാണ് അതൊന്നല്ല, കേരളത്തിലെ വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അമേരിക്കയെക്കാൾ മുകളിലാണെന്ന് പറഞ്ഞപ്പോഴാണ് രേവന്ത് റെഡ്ഡി പറഞ്ഞത് അല്ല, അങ്ങനെയല്ല, വരാൻ പറഞ്ഞു. ഞാൻ ഫ്ലൈറ്റിന്റെ കൂലി ഞാൻ തരാം, വരൂ, തെലങ്കാനയിലേക്ക് വന്നാൽ കാണാം, നേരിട്ട് കാണാം അവിടുത്തെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞപ്പോഴാണ് പിണറായി വിജയൻ വീണ്ടും രേവന്ത് റെഡ്ഡിയെ ചൊറിഞ്ഞത്. അപ്പോഴാണ് രേവന്ത് റെഡ്ഡി വിശദമായ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിച്ചു. അതിന് ചോടെ രേവന്ത് റെഡ്ഡി പോ മോനെ വിജയ എന്ന ഒരു ടാഗ് ലൈനോടെയാണ് പിണറായി വിജയനുള്ള ആ മറുപടി അവസാനിപ്പിക്കുന്നത്. നമുക്കറിയാം പോ മോനെ ദിനേശ എന്നുള്ളത് കേരളക്കരയിൽ മലയാളികൾ തെറിയായിട്ട് ഉപയോഗിക്കുന്ന പദമല്ല കേട്ടോ. മോഹൻലാൽ എന്ന് പറയുന്ന മലയാളികളുടെ പ്രിയങ്കരനായ നടൻ ഒരു സിനിമയിൽ, നരസിംഹം എന്ന സിനിമയിൽ ഉപയോഗിച്ചതാണ്. അല്ലെങ്കിൽ ആ സിനിമയിൽ ഉടനീളം മോഹൻലാൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് പോ മോനെ ദിനേശ എന്ന് വളരെ മനോഹരമായി മോഹൻലാൽ ഉപയോഗിക്കുകയും അതിനേക്കാൾ മനോഹരമായി മലയാളികൾ ഒന്നടങ്കം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏറ്റവും മനോഹരമായ നരസിംഹത്തിലെ ഡയലോഗ് ഉണ്ടല്ലോ, എന്ന് മുതൽക്കാണ് അത് കേരളീയ ജനതക്ക് ഒരു തെറിവാക്കായി മാറിയത്. ഇപ്പൊ സഖാക്കൾ മുഴുവൻ പറയുന്നത് അറിയോ? പോ മോനെ വിജയ എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറിയാണ് അത്രേ. രേവന്ത് റെഡ്ഡി എങ്ങനെയാ പിണറായി വിജയനെ എങ്ങനെയാണ് പോ മോനെ വിജയ എന്ന് പറയാ? എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല കേട്ടോ. പോ മോനെ വിജയ, അത് ഒരു മാത്രമല്ല അതിന്റെ അടിയിൽ ഈ നരസിംഹം എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാൽ ഉപയോഗിച്ചത് ഡയലോഗാണെന്ന് രേവന്ത് റെഡ്ഡി കോട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് പകരം പിണറായി വിജയൻ ഒരു പൊതുയോഗത്തിൽ വെച്ച് പറയാണ് അങ്ങനെ പോ മോനെ വിജയ എന്ന് പറഞ്ഞു. ശരിക്കും എന്നിട്ട് പിണറായി വിജയൻ പറയുന്നത് എന്താണെന്നറിയോ? അതായത് മുഖ്യമന്ത്രിമാരാകുമ്പോൾ മര്യാദക്ക് സംസാരിക്കണം. ഇത് മര്യാദയല്ല. പോ മോനെ വിജയ എന്ന് പറഞ്ഞ മര്യാദയല്ല. അതുകൊണ്ട് ഞാൻ മര്യാദ പഠിപ്പിക്കാം. ഡാഷ് മോനെ രേവന്തേ, നായിന്റെ മോനെ രേവന്തേ. പിണറായി വിജയൻ വിളിക്കുകയാണ് കേട്ടോ. ഒരുപക്ഷെ കേരളീയ സമൂഹം നടുങ്ങിയില്ല. കാരണം പിണറായി വിജയന്റെ വായിൽ നിന്ന് ഇതല്ല, ഇതിന്റെ അങ്ങേപ്പുറവും കേരളീയ സമൂഹം കേട്ടതാണ്. അല്ലെ 51 വെട്ടുവെട്ടിക്കൊന്ന ടി.പി. ചന്ദ്രശേഖരൻ എന്ന ധീര സഖാവ്, ആ സഖാവിനെ കൊന്ന ശേഷം പിണറായി വിജയൻ ഒരു പൊതുയോഗത്തിൽ പറയുകയാണ് അയാൾ മരിച്ചാലും അയാൾ കുലംകുത്തിയാണ് എന്ന് പറഞ്ഞ നരാധമനല്ലേ പിണറായി വിജയൻ? അല്ലേ? കേരളീയ സമൂഹം ആകെ ലജ്ജിച്ച് തലതാഴ്ത്തിയില്ലേ?
മലയാളികളുടെ പ്രിയങ്കരനായ മറ്റൊരു വിപ്ലവകാരി VS അച്യുതാനന്ദൻ ആ സംഭവത്തിൽ നടുക്കം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആ വീട്ടിൽ പോയി KK രമയെ ചേർത്ത് പിടിച്ചു. സഖാവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയെ ഒഴുകി. KK രമ VSന്റെ മാറിൽ ചേർന്ന് നിന്നുകൊണ്ട് KK രമ പൊട്ടിക്കറിയുന്നു. VSന്റെ കണ്ണട ഊരി മാറുന്നു, അല്ലെങ്കിൽ VSന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ, VSന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ. അതാണ് മാനവികത എന്ന് പറയുന്നത്. അപ്പോഴാണ് കുറച്ച് അങ്ങേപ്പുറത്ത് നിന്ന് പിണറായി വിജയൻ പറയുന്നത് TB ചന്ദ്രശേഖരനെ കൊന്നാലും അയാൾ കുലംകുത്തിയാണെന്ന് പറയുന്ന നരാധവൻ. പിന്നെ എന്തൊക്കെ? കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ പാർലമെന്റേറിയനായ NK പ്രേമചന്ദ്രൻ എന്താ വിളിച്ചത്? പരനാറി എന്ന് വിളിച്ചു അല്ലെ? ഒരു ബിഷപ്പിനെ, താമരശ്ശേരി ബിഷപ്പിനെ വിളിച്ചത് നികൃഷ്ട ജീവി. ഒരു പത്രാധിപരെ വിളിച്ചത് ഡോ ഗോപാലകൃഷ്ണ എന്ന് അല്ലെ? ഏറ്റവും അവസാനം ഇതാ മലയാളികളുടെ പ്രിയങ്കരനായ സഖാവ് ജി സുധാകരൻ എന്താ വിളിച്ചത്? ചെറ്റ. ജി സുധാകരന്റെ ചെറ്റത്തരമാണ് എന്ന് പറഞ്ഞ അധമനല്ലേ പിണറായി വിജയൻ. ഇയാൾക്ക് എന്താ പറയാ, ലക്കും ലഗാനുമില്ലാതെ പരാജയം മുന്നിൽ കാണുകയാണ്. അതാണ് പരാജയം മുന്നിൽ കാണുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് 10-20 സീറ്റ് മാത്രമേ LDF കിട്ടാൻ സാധ്യതയുള്ളൂ. അത്രയ്ക്കും ദയനീയമാണ് സ്ഥിതി. ഇവർ പെയ്ഡ് പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ കോടിക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വലിയ ഹോർഡിങ്ങുകൾ പിണറായി വിജയന്റെ മുഖം വെച്ചു. എന്റെ തല എന്റെ മുഖം എന്റെ ഫിഗർ, എന്റെ തല എന്റെ മുഖം എന്റെ ഫിഗർ എന്ന് പറഞ്ഞിട്ട് കേരളം മുഴുവൻ പിണറായി വിജയനാണ്. പത്രത്തിൽ മുഴുവൻ പിണറായി വിജയൻ, ടിവിയിൽ മുഴുവൻ പിണറായി വിജയൻ. എല്ലാ ചാനലുകളും ഈ പ്രീപോൾ സർവേ നടത്തുന്നു. ഇപ്പൊ വിജയമാർക്ക്, വിജയം LDFന്, അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച്. ഇത് മുഴുവനും പൈസ കൊടുത്തിട്ട് കോടികൾ നമ്മുടെ ഖജനാവിൽ നിന്ന് കോടികൾ PRD മുഖാന്തരം എല്ലാ പത്രമാധ്യമങ്ങൾക്കും വാരി വിതറിക്കൊണ്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. എന്തോ ഭയങ്കര സംഭവം. പിണറായി ഇതാ മൂന്നാമത് വരുന്നു. പക്ഷേ തെരുവിലേക്ക് ഇറങ്ങി നോക്കിയാൽ സാധാരണ ജനങ്ങളോട് ചോദിച്ചാൽ സാധാരണ ജനങ്ങൾ പറയും ശബരിമല കൊള്ള നടത്തിയതിനെ കുറിച്ച് സാധാരണ ജനങ്ങൾ പറയും. ഈ കരുവന്നൂർ ബാങ്ക് കൊള്ളയടിച്ചതിനെ കുറിച്ച് സാധാരണ ജനങ്ങൾ പറയും. 9 മാവോവാദികളെ വെടിവെച്ചു വന്നതിനെ കുറിച്ച് സാധാരണ ജനങ്ങൾ പറയും. ഇവിടെ എല്ലാറ്റിനും നികുതി വർദ്ധിപ്പിച്ചതിനെ കുറിച്ച് സാധാരണ ജനങ്ങൾ പറയും. ഇന്ത്യയിൽ ഏറ്റവും വിലക്കയറ്റമുള്ള സംസ്ഥാനമാണ് എന്ന് സാധാരണ ജനങ്ങൾ പറയും. ആശുപത്രിയിലെത്തുന്ന പെൺകുട്ടികളുടെ കൈ മുറിക്കുന്ന ആരോഗ്യ വകുപ്പിനെ കുറിച്ച് ഇവിടുത്തെ സാധാരണക്കാർ പറയും. ശസ്ത്രക്രിയക്ക് പോകുന്ന സ്ത്രീകളുടെ വയറ്റിൽ കത്രിക വെച്ച് വിടുന്ന ആരോഗ്യ സംവിധാനത്തെ കുറിച്ച് പറയും. കൂട്ടിരിപ്പിന് പോയ ഒരു ബന്ധു കെട്ടിടം തകർന്ന് എന്ന് പറഞ്ഞാൽ എന്നോ പൊളിച്ചു കളയേണ്ട ഒരു കെട്ടിടം പൊളിച്ചു കളയാതെ ഒരു ശൗചാലയമായി മാറ്റി നിർത്തിക്കൊണ്ട് അതിനുള്ളിലേക്ക് ഒരു കൂട്ടിരിപ്പുകാരിയെ പറഞ്ഞയച്ച് ആ കെട്ടിടം ഇടിഞ്ഞു വീണപ്പോൾ ആ കൂട്ടിരിപ്പുകാരി മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആശുപത്രിയിലേക്ക് പോകുന്നവർ തിരിച്ചു വരിക എന്ന് പറയുന്നത് അപൂർവ സംഭവമായി മാറിയ നമ്മുടെ ആരോഗ്യരംഗം. എല്ലാ വകുപ്പുകളും ഒന്നിനൊന്ന് ഏറ്റവും മോശമായ ഇങ്ങനെയൊരു എന്താ പറയാ കെട്ടകാലം കേരളത്തിലില്ല. അപ്പോഴാണ് ഈ എന്താ പറയാ പ്രോപ്പഗണ്ട അടിച്ചുവിടുകയാണ്. കോടികൾ കൊടുത്തുകൊണ്ട് പരസ്യങ്ങൾ നടത്തുകയാണ്. പക്ഷെ ജനങ്ങളുടെ അനുഭവം അവർ വോട്ടെടുപ്പിലൂടെ അവരത് തെളിയിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ടാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഒരു 3ാം തവണയുമില്ല. ഏറ്റവും ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്ന തെരഞ്ഞെടുപ്പിനേക്കാളും ഏറ്റവും വലിയ പതനത്തിലേക്കാണ് CPM പോകുന്നത്, അല്ലെങ്കിൽ LDF പോകുന്നത്. അതിന്റെ നായകനായ പിണറായി വിജയൻ ഏറ്റവും വലിയ ധർമ്മടത്ത് പോലും വിജയം അനിശ്ചിതത്വത്തിലാണ്. മരുമോനും തോൽക്കും, അമ്മായി അച്ഛനും തോൽക്കും എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് ആകെ വെകിളി പിടിച്ച്. അപ്പോഴാണ് ഒരു മുഖ്യമന്ത്രി ഇയാൾ വിളിക്കാറുണ്ട് ഡാഷിന്റെ പോലെയെന്ന്. പോ മോനെ വിജയ എന്ന് പറയുന്നത് വളരെ നർമ്മമധുരമായി പറയുമ്പോഴാണ് ഈ മനുഷ്യൻ പറയുന്നത് ഡാഷിന്റെ മോനെ, നായിന്റെ മോനെ എന്ന്. വി കുഞ്ഞികൃഷ്ണൻ സഖാവ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ തലക്കെട്ട് തന്നെ അതെയാണ്. നേതൃത്വത്തെ അണികൾ തിരുത്തണം അല്ലെ? നേതൃത്വത്തെ തിരുത്തേണ്ടത് അണികളാണ്. അണികൾ നേതൃത്വത്തെ തിരുത്തുന്നു. സഖാവെ വളരെ വിഷമത്തോടെ പറയട്ടെ, നമ്മുടെ പല അണികളും എന്ന് പറഞ്ഞാൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിയെ CPM ഇത്രമേൽ നശിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽപ്പെട്ട അടിമകളായ അണികളാണ്. പിണറായി വിജയനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. പിണറായി വിജയനെ ഈ രീതിയിലുള്ള ധാർഷ്ട്യത്തിന്റെ അഹങ്കാരത്തിന്റെ മൂർത്തിബന്ധഭാവമായി മാറ്റിയത് ഈ അണികളാണ്. അതുകൊണ്ടാണ് അണികൾ ഇപ്പോൾ പറയുന്നത് സഖാവെ നന്നായിന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു പോയിന്ന്. വളരെ പ്രഗത്ഭരായ, ഞാൻ ശകുൻ ചെരുവിന്റെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇയാൾ പിന്നെ സ്ഥിരം ഞാൻ പറയുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാംസ്കാരിക നായകരൊക്കെ പറയാണ് എങ്ങനെയാണ് രേവന്ത് റെഡ്ഡി എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ പോ മോനെ വിജയ എന്ന് വിളിക്കാന്ന്. അപ്പോഴാണ് ഞാൻ ഈ പോ മോനെ വിജയ എന്ന് പറയുന്നത് ഇത്രമേൽ എന്താ പറയാ തെറിവാക്കാണോ? ഇത്രമേൽ ഒരാൾ അധിക്ഷേപിക്കലാണോ? പോ മോനെ എന്താ പറയാ പോ മോനെ വിജയ, പോ മോനെ ദിനേശ എന്ന് പറയുന്ന മോഹൻലാലിന്റെ ഡയലോഗ്
ആ ദേവേന്ദ്ര റെഡ്ഡി പറഞ്ഞത് ഏറ്റവും മോശമായി പോയി. പക്ഷെ പിണറായി വിജയൻ പറയുന്നത് വളരെ നന്നായി, അങ്ങനെ തന്നെയാ പറയേണ്ടത്, അതല്ല അതിന്റെ അങ്ങപ്പുറാണ് പറയേണ്ടത് എന്ന് പറയുന്ന ഇതോടുകൂടി ജനങ്ങൾ തീരുമാനിച്ചു. ഇതോടുകൂടി ഈ LDFന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ആൾക്കാർ കൂടി മാറ്റി ഇമ്മാതിരി ഗുണ്ടയെ, ഇമ്മാതിരി തെരുവ് ഗുണ്ടയെ ഇനി വേണ്ട എന്ന് ജനങ്ങൾ തീരുമാനിക്കുകയാണ് കേട്ടോ. പല സ്ഥലത്തും കെട്ടിവെച്ച പൈസ പോലും കിട്ടില്ല എന്നായി. ഇമ്മാതിരി തെരുവ് ഗുണ്ട നയിക്കുന്ന ഒരു പാർട്ടിക്ക് ആരാ വോട്ട് ചെയ്യുക? നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു അയൽ സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രി വിളിക്കുകയാണ് ഡാഷിന്റെ മോനെ എന്ന്? ഏതായാലും 9-ാം തീയതി പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ ഡാഷിന്റെ മോനെ നീ വേണ്ടടാ കടക്ക് പുറത്ത് എന്ന് ഇവിടത്തെ ഓരോ വോട്ടർമാരും വിധി എഴുതും കേട്ടോ വിജയ. അത്രേ തൽക്കാലം പറയുന്നുള്ളൂ.